ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണേ. നേരെ വീഡിയോയിലേക്ക് പോകും, സമയം കളയണ്ട. ഫസ്റ്റ് ടിപ്പ്, നമ്മുടെ വീടുകളിൽ നമ്മുടെ കുട്ടികളുടെയൊക്കെ തുണികൾ, ജീൻസ്, ബനിയൻ, ഇങ്ങനെയുള്ള ഒരുപാട് ഡ്രസ്സുകൾ ഒത്തിരി കാണുമല്ലോ. അപ്പോൾ ഇതൊക്കെ അടുക്കി വെക്കാൻ അലമാരിയിലൊന്നും ഇട കിട്ടത്തില്ല. കുന്നോളം തുണി ഉണ്ടെങ്കിലും നമുക്ക് നിമിഷ നേരം കൊണ്ട് ഇതേ രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഒരുപാട് തുണി അടുക്കി വെക്കാൻ പറ്റും കേട്ടോ. അലമാരിയിൽ ഇഷ്ടം പോലെ ഇടയും കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ ഇവിടെ ജീൻസിൻ്റെ ഇതേ രീതിയിൽ ഇട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. ജീൻസ് ഇങ്ങനെ മടക്കുന്ന പെട്ടെന്ന് സിമ്പിളായിട്ട് മടക്കുന്ന ടിപ്പ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ പോയി കാണണം കേട്ടോ. എന്നിട്ട് ഇതേ രീതിയിൽ മടക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് മടക്കി ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ കാലിൻ്റെ രണ്ട് ഭാഗം ഇതുപോലെ മടക്കിയെടുക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇതേറ്റ് മടക്കിയിട്ട് ഒന്ന് ആ സൈഡ് ഇപ്പുറത്തേക്കൊന്ന് മറിച്ച് വെക്കുക. ഈ രണ്ട് രീതിയിൽ ഇതേ രീതിയിലൊന്ന് മടിച്ച് വെച്ചതിന് ശേഷം നമുക്കത് അടുക്കി വെക്കാം. ഇങ്ങനെ ഇതേ രീതിയിൽ വെക്കുവാണെങ്കിൽ അടുക്കി അലമാരിക്കകത്ത് ഒതുങ്ങിയിരുന്നോളും. ഇങ്ങനെയും വെക്കാം, അല്ലാതെ വേറൊരു രീതിയിലും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തൊരു കാണണേ. എന്നിട്ട് ഇതേ രീതിയിലൊന്ന് നമ്മൾ ഈ മടക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെയും കൊണ്ട് അലമാരിക്കകത്ത് അടുക്കി വെക്കാം. അപ്പോൾ നല്ലപോലെ ഒതുങ്ങിയിരുന്നോളും. അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കും. നമ്മുടെ വീടുകളിൽ കാണും ഒരുപാട് നമ്മൾ ഈ വയറ് കാണുമല്ലോ, അതായത് പിന്നെ നമ്മുടെ മൊബൈലിൻ്റെ ചാർജറിൻ്റെ വള്ളിയൊക്കെ പോയ ചാർജർ വള്ളി, അല്ലെങ്കിൽ നമുക്ക് അതുപോലത്തെ എന്തെങ്കിലും വയറ് വള്ളികൾ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കളയരുത്. കളയാതെ ഈ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ തന്നെ ഒരു ചാർജറിൻ്റെ വള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ചാർജറിൻ്റെ വള്ളികൾ അല്ലെങ്കിൽ കൂടി നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ഇതുപോലൊരു ചാർജറിൻ്റെ വള്ളി എടുക്കുക. എന്നിട്ട് ഇതുപോലൊന്ന് ഒരു ഇത് കണ്ടില്ലേ, ഇതേ രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. ഇതുപോലത്തെ ഒത്തിരി വള്ളികളൊക്കെ ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഇത് കണ്ടില്ലേ, ഇതേ ഒരു സൈഡ് വശത്തോട്ട് നമ്മളൊരു റബ്ബർ ബാൻഡ് ആണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ തുമ്പ് രണ്ടും ഒന്ന് മടക്കി പിടിച്ചതിന് ശേഷം റബ്ബർ ബാൻഡ് ഇടുക. റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ആ ഇപ്പോൾ ചെറിയ വലുതുകൾ രണ്ട് തുണി വെക്കാൻ ഇതിൽ പറ്റത്തുള്ളൂ. നല്ല നീളമുള്ളൊക്കെ വയറാണെങ്കിൽ നമുക്ക് നല്ലപോലെ തന്നെ തുണികൾ അടുക്കി വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വയറിട്ട് കൊടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത് ഇത് സെറ്റാക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ പാൻറ്റ് നമ്മൾ മടക്കി വെച്ച ജീൻസിനെ ഒന്നിട്ട് കാണിക്കാം എങ്ങനെയാണ് വെക്കുന്നതെന്ന്. എന്നിട്ട് തുണികൾ ഈ ഒറ്റ വയറിൽ തന്നെ തുണികൾ അടുക്കി ഇറക്കി വെക്കാൻ പറ്റും. അലമാരിയിൽ ഒരുപാട് സ്ഥലം കിട്ടും. അത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് തൂക്കിയിട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ആ ഒരു റബ്ബർ ബാൻഡിൻ്റെ ആ ഭാഗം ഇട്ടെടുത്തിട്ട് റബ്ബർ ബാൻഡ് ഒന്ന് അകത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ആക്കിയിട്ട് ആ റബ്ബർ ബാൻഡ് പിടിച്ചൊന്ന് വലിക്കുമ്പോൾ ഇത് നല്ല മുറുകിയിരിക്കും കേട്ടോ. ഇതേ രീതിയിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ മുറുകിയിരിക്കും. ഇതിൽ രണ്ട് തുണിയെ വെക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു ബനിയനാണെങ്കിൽ നമുക്ക് ഇത് ഒരു സൈഡിലോട്ട് മടക്കിയിട്ട് ഇതുപോലെ ചെയ്താൽ മതി. അത് തൂക്കിയിട്ടാൽ മതി കേട്ടോ. ഒതുങ്ങി കിടന്നോളും. ഇങ്ങനെ എത്ര തുണി വേണേലും നമുക്ക് അലമാരി ഇല്ലാതെ തന്നെയാണെങ്കിൽ അലമാരിയുടെ ആവശ്യമേ ഇല്ല. നമുക്ക് തൂക്കി വൃത്തിയാക്കി അട്ടിക്ക് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് പിന്നെ ഒരു ബനിയൻ എടുത്തിട്ടുണ്ട്. ആ ബനിയനും ഞാൻ ഇതുപോലെ നാക്കി കൊടുക്കും. അപ്പോൾ രണ്ട് തുണി നമുക്ക് അലമാരിക്കത് വെക്കാതെ തന്നെ ഇങ്ങനെ സെറ്റാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നല്ല വയറിനൊക്കെ നീളമുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി അടുത്ത ടിപ്പ്, ഇപ്പം നമ്മുടെ വീടുകളിൽ നമ്മൾ തുണിയൊക്കെ അലക്കിക്കൊണ്ട് വെക്കും. നമുക്ക് മടക്കി വെക്കാനോ ഒന്നും വയ്യെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അല്ല നാളത്തേക്ക് നമുക്ക് മടക്കി വെക്കാം. പക്ഷേ അതെല്ലാം നേരുന്ന വരി വീട്ടിൻ്റെ അകത്ത് കിടക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ വയ്യാത്ത അവസരങ്ങളിൽ തുണിന്ന് മടക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു ടിപ്പാണിത്. നമ്മുടെ വീടുകളിൽ ഇതുപോലെ പാവാട കാണുമല്ലോ, ഇങ്ങനത്തെ ഒരു പാവാട, പഴയൊരു പാവാട എടുത്താലും മതി. എടുത്തതിന് ശേഷം ഈ തുമ്പ് കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ സാരിക്ക് കൊടുക്കുന്ന പാവാടയാണിത്. അപ്പോൾ ഇതേ നമ്മൾ ഈ തുമ്പ് ഈ അടിഭാഗം ആ പാവാടയുടെ അടിഭാഗത്ത് ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം. ഈ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇത് കണ്ടില്ലേ, ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ അലക്കി വെച്ചിരിക്കുന്ന തുണിയാണിത്. അപ്പോൾ ഈ റബ്ബർ ബാൻഡ് ഇട്ട് അത് തിരിച്ചിട്ടിട്ട് അതിൻ്റെ അടിഭാഗത്ത് റബ്ബർ ബാൻഡ് ഇടുമ്പോൾ അവിടെ ക്ലോസ് ആയി കിട്ടും കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ തുണി നിറച്ച് എടുത്ത് വെച്ചേക്കണം. എടുത്ത് വെച്ചിട്ട് അതിൻ്റെ വള്ളി ഒന്ന് കെട്ടി വെച്ചിട്ട് നമുക്ക് എവിടെ മാറ്റി വെക്കണം. അല്ലെങ്കിൽ നിരന്ന് വാരി കിടക്കത്തില്ല. അടിപൊളിയായിട്ടൊരു കിഴി കെട്ടിയിട്ടിരിക്കുന്ന പോലെ അങ്ങനെ ഇരുന്നോളും കേട്ടോ. നല്ലൊരു ഇതായിട്ട് കിടന്നോളും, നിരന്ന് വാരി കിടക്കത്തില്ല. പിന്നെ നമുക്ക് വയ്യാരിയൊക്കെ മാറി കഴിയുമ്പോൾ പതുക്കെ എടുത്ത് മടക്കി വെച്ചാലും മതി. അല്ലെങ്കിൽ നമുക്ക് തുണി ഒത്തിരി അലക്കാനുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെയൊക്കെ പഴയ തുണികൾ ഒരുപാട് കാണുമല്ലോ, ആ തുണികൾ നമുക്കിങ്ങനെ കളയാൻ വെച്ചിരിക്കുന്നതാണെങ്കിലും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ നിരത്തി വാരി ഇടാതെ അലമാരിക്കകത്തൊന്നും വെക്കാതെ ഇതുപോലെ ഇങ്ങനെ കെട്ടിയിടുക. കെട്ടി എവിടെയെങ്കിലും കൊണ്ട് മാറ്റി വെക്കുവാണെങ്കിൽ നല്ലപോലെ വൃത്തിക്ക് നമ്മുടെ പെരയ്ക്കാവൊക്കെ ഇരുന്നോളും. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.
അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണിത് കേട്ടോ. തക്കാളി കൊണ്ടുള്ള അടിപൊളി സൂത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മുടെ വീടുകളിൽ സ്വർണ്ണക്കമ്മൽ, സ്വർണ്ണമാലകൾ ഒത്തിരി ഉണ്ടെങ്കിലും നമ്മൾ അത് ചെളി പിടിക്കുമ്പോഴും അതിൻ്റെ കളറൊക്കെ മങ്ങിക്കഴിയുമ്പോൾ നമ്മൾ നേരെ കൊണ്ടുപോയി സ്വർണ്ണക്കടയിൽ കൊടുത്തിട്ട് അത് ക്ലീൻ ചെയ്യിക്കൊക്കെയല്ലേ പതിവുള്ളത്. പക്ഷേങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്വർണ്ണക്കമ്മലാണെങ്കിൽ അല്ലെങ്കിൽ ഗോൾഡിന് വേറെ റോൾഡ് ഗോൾഡ് ആണെങ്കിൽ അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് നല്ല സൂപ്പറായിട്ട് തിളക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ്. ഇപ്പം എൻ്റെ ഒരു കമ്മലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ കമ്മലിന് ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. അതുപോലെ ഒരുപാട് ചെളിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ സോപ്പ് ഒക്കെ പതപ്പിച്ചും ബ്രഷ് വെച്ചൊക്കെ ഉരച്ചൊക്കെ നമ്മൾ കഴുകാറ്. പക്ഷേ ഇനി അങ്ങനെ ആരും ചെയ്യേണ്ട. നമുക്ക് ആകെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടത് നമുക്കൊരു തക്കാളിയാണ് വേണ്ടത്. ഈ തക്കാളി നമുക്ക് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം. പക്ഷേ ഞാൻ കട്ട് ചെയ്ത് ഈ രീതിയിലാണ് കേട്ടോ. എന്നിട്ട് ഇതേ രീതിയിൽ നമുക്ക് ആ കമ്മലൊന്ന് കുത്തി കൊടുക്കുക. ഇത് കണ്ടില്ല, അതിൻ്റെ ഒരു പീസിൽ ഇതേ രീതിയിലൊന്ന് കമ്മലൊന്ന് കുത്തി ഇങ്ങനെ വെക്കുക. അതിൻ്റെ ഒന്ന് കമ്മലിൻ്റെ ഒന്ന് ഊരിയൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇതേ രീതിയിലൊന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയുടെ രണ്ടാമത്തെ ഇതില്ലേ അതെടുക്കുക. അതെടുത്തിട്ട് ഈ തക്കാളി വെച്ച് തന്നെ ഇങ്ങനെ റൗണ്ടിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. ഈ തക്കാളിക്ക് നമ്മൾ നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റാണ് കിട്ടുന്നത്. ഇത് നമ്മുടെ ഈ തക്കാളി ദിവസമാണ് നമ്മുടെ മുഖത്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ സൂപ്പറാണ്. നമ്മൾ ഇതുപോലത്തെ റോൾഡ് ഗോൾഡൊക്കെ ആണെങ്കിൽ ഒരു സൈസ് സ്വർണ്ണമല്ലാത്ത മാലയൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിലൊരു ക്ലാവ് പിടിച്ചതുപോലെയൊക്കെ വരുമല്ലോ, അതൊക്കെ നല്ല ക്ലീൻ ചെയ്യാൻ സൂപ്പറാണ് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ കമ്മടി ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഈ ഉടച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് നല്ലപോലെ ഇത് കണ്ടില്ലേ, ഇപ്പോൾ നല്ല തിളങ്ങുന്നില്ലേ. ഞാൻ ഇപ്പോൾ എടുത്തതുപോലെയാണോ നോക്കിക്കേ, നല്ല സൂപ്പറായിട്ട് തിളങ്ങുന്നുണ്ട്. അതിൻ്റെ ചെളിയെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ചെടുത്തതിന് ശേഷം ഒന്ന് 2 മിനിറ്റ് ഒന്ന് വെക്കുക കേട്ടോ. അതിനുശേഷം മാത്രമേ നമ്മളിത് കഴുകിയെടുക്കാവുള്ളൂ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു ഞാൻ മാല എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഗോൾഡ് മാല തന്നെയാണ്, ഗോൾഡ് കവറിങ് ആണ്. അപ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ, ഇത് കുറേ ഒത്തിരി പഴക്കമുള്ളൊരു മാലയാണ്. പച്ച കളറും അതുപോലെ തന്നെ ഒരുമാതിരി അതിൻ്റെ കളർ വ്യത്യാസങ്ങളൊക്കെ ഇതിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇടാതെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം നമ്മളിത് ഗോൾഡ് കവറിങ്ങിന് കൊടുക്കുവാണെങ്കിൽ അതിനേത് ഒരുപാട് കാശ് കൊടുക്കണ്ടേ. പക്ഷേങ്കിൽ നമുക്ക് വീടുകളിൽ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ആ പച്ച ക്ലാവ് പിടിച്ചതെല്ലാം മാറി കിട്ടുകയും ചെയ്യും. ഇത് കണ്ടില്ല, ഞാൻ ആ തക്കാളിയുടെ ഇതുകൊണ്ടൊന്ന് നല്ലപോലെ ഉരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ആ ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ പച്ച കളറും ആ ഒരുമാതിരി ബ്ലാക്ക് പോലെയൊക്കെ ഒരുമാതിരി ചെമ്പിച്ച ഒരു കളറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം നല്ല മാറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും ഒരു തുള്ളി നമ്മുടെ ഷാമ്പുവും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് ഇട്ട് വെച്ചേക്കണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ നമ്മൾ വീടുകൾ നമ്മുടെ സ്വർണ്ണം ഉപയോഗിക്കുന്ന പോലെ തന്നെ കമ്മലും മാലയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്വർണ്ണമാലയുടെ ഒരു കളർ തന്നെ കിട്ടുകയും ചെയ്യും. സ്വർണ്ണം തന്നെയാണെന്ന് പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഇവിടെ കഴുകിയെടുത്ത് കണ്ടില്ലേ, ഞാൻ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. കണ്ടില്ലേ, ആ മാലയുടെ കളറൊക്കെ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നല്ല സ്വർണ്ണം പോലും മാറി നിൽക്കും നമ്മുടെ ഇത് കണ്ടാൽ കേട്ടോ. നമുക്ക് ഇത് കവറിങ് ചെയ്യുന്ന മാലയാണോ കമ്മലാണോന്ന് പറയത്തേ ഇല്ല, നമ്മുടെ സ്വർണ്ണം പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.